എല്ലാവർക്കും നമസ്കാരം. അറിവ് പ്രോ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ചിലർക്ക് ഊഹിക്കാൻ പറ്റുമായിരിക്കും. കഴിഞ്ഞ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു എങ്ങനെ നിങ്ങൾ ഫൗണ്ടേഷൻ എക്സാം പ്ലാൻ ചെയ്യണം, അതേപോലെ ഒരു ഡീറ്റെയിൽഡ് ടൈം ടേബിൾ നിങ്ങൾക്ക് തന്നിട്ട് അത് വെച്ച് പഠിക്കണം, 8 അവർ പഠിക്കണം, 6 അവർ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ഡീറ്റെയിൽഡ് ടൈം ഷെഡ്യൂൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ അതിൻ്റെ അകത്തൊരു ടേം ഉപയോഗിക്കുന്നുണ്ട്, ഹൈ വെയിറ്റേജ് ലോ വെയിറ്റേജ്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സബ്ജക്റ്റ്, പിന്നെ ഡിഫിക്കൽട്ട് സബ്ജക്റ്റ്, പിന്നെ ഫീൽ ഈസി സബ്ജക്റ്റ്, അങ്ങനെ കുറച്ച് ടേംസ് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ടേംസ് മറ്റേ സബ്ജക്ട് ബേസ് സാധനങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സെക്ഷൻ വൈസ് വെയിറ്റേജസ് അതിപ്പോ നിങ്ങൾ എങ്ങനെ അറിയും? നിങ്ങൾക്ക് ഇതിന് എന്താ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് എല്ലാം അരിച്ചു പറക്കി നോക്കണോ, എനിക്ക് ഇന്ന ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ മാർക്ക് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അത്രയൊന്നും പോകണ്ട. നമ്മുടെ ICAI വെബ്സൈറ്റിൽ തന്നെ അതിനെക്കുറിച്ചൊരു ഡോക്യുമെന്റ് ഉണ്ട്, സെക്ഷൻ വൈസ് വെയിറ്റേജ് ഫ്രം ഈച്ച് ചാപ്റ്റർ. CA ഫൗണ്ടേഷന് നിങ്ങൾ എവിടെ നിന്നൊക്കെ പഠിക്കണം, ഓരോ സബ്ജക്റ്റിൽ നിന്നും എവിടെ നിന്നൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഏതൊക്കെ പേപ്പറാണ്? 4 പേപ്പറാണുള്ളത്. അക്കൗണ്ട്സ്, ലോ, മാത്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ ഫൈനലി എക്കണോമിക്സ് ഉണ്ട്. അങ്ങനെ 4 സബ്ജക്ട്സ് ആണ് നമുക്കുള്ളത്. ആ 4 സബ്ജക്ട്സിന്റെയും വെയിറ്റേജസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞ്, അതായത് ആപ്ലിക്കബിൾ ഫ്രം May 2024 എക്സാം ഓൺവേർഡ്സ്. May 2024 ഒരു വർഷം മുന്നേ വന്നതാണ്, ഇപ്പോഴും പുതിയ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇത് ഇപ്പോഴും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ സബ്ജക്റ്റായ അക്കൗണ്ടിൽ നിന്നും, അക്കൗണ്ടിങ്ങിൽ എത്ര മാർക്കാ? 100 മാർക്ക്. എത്ര മണിക്കൂറുണ്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി? 3 മണിക്കൂറുണ്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ എന്ന് പറയുന്നത് ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള കമ്പനി അക്കൗണ്ട് ആണ്. ഏകദേശം 15 തൊട്ട് 25 മാർക്ക് വരെ ആ ഒരു പർട്ടിക്കുലർ സബ് ചാപ്റ്ററിൽ നിന്നുണ്ട്. പിന്നെ അത് നോക്കിയാൽ, പിന്നെ പാർട്ണർഷിപ്പ് ആൻഡ് LLP നോക്കിയാൽ 15 തൊട്ട് 20ഉം, പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് 5 തൊട്ട് 10ഉം, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് 6th ചാപ്റ്ററിൽ നിന്നും 30 തൊട്ട് 35 മാർക്ക് വരെ വരാം. പിന്നെ നമുക്കുള്ളത് 7th ചാപ്റ്റർ ആയിട്ടുള്ള പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട്സ് ആൻഡ് സോൾ പ്രൊപ്പറേറ്റേഴ്സ്. എത്ര ഉണ്ട്? 20 തൊട്ട് 25 മാർക്ക് വരെ അവിടെ ഉണ്ട്. അപ്പോൾ ഇതാവണം നിങ്ങളുടെ വെയിറ്റേജ്. ഈ ഒരു വെയിറ്റേജ് നോക്കിയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. ഓക്കെ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കണക്റ്റഡ് ആയിരിക്കും ടോപ്പിക്സിന്റെ കണക്ഷൻ നോക്കി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോണം. അത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഓൾറെഡി നമ്മൾ ഷെഡ്യൂൾ തന്നിട്ടുണ്ടല്ലോ. യെസ്. പിന്നെ ബിസിനസ് ലോ നോക്കിക്കഴിഞ്ഞാൽ, ബിസിനസ് ലോയിൽ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ നിന്നും 20 തൊട്ട് 30 മാർക്ക് വരെ ഉണ്ട്. അതേപോലെ നമ്മുടെ കമ്പനി ആക്ടിൽ നിന്നും 15 തൊട്ട് 20 മാർക്ക് ഉണ്ട്. അതേപോലെ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ടിൽ നിന്നും, അതേപോലെ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ടിൽ നിന്നും 15 തൊട്ട് 20 മാർക്ക് വരെ ഉണ്ട്. ഏറ്റവും കുറവ് വെയിറ്റേജ് വരുന്നത് ചാപ്റ്റർ നമ്പർ 1ലാണ്, 0 to 5. പിന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലും വരുന്നുണ്ട്. എത്ര? 5 തൊട്ട് 10% വരെ. പിന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റൽ ആക്ട് 10 to 15%. എല്ലാം ഈ PDF നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ നമ്മുടെ പേപ്പർ 3 വന്നു കഴിഞ്ഞാൽ ഇവിടെ മാത്സ് പാർട്ട് ഉണ്ട്, ലോജിക്കൽ റീസണിങ് ഉണ്ട്, പിന്നെ ഏതാ ഫൈനലി ഉള്ളത്? സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് 20 മാർക്ക് കൺഫേം ആണ്. അപ്പം ലോജിക്കൽ റീസണിങ്ങിലുള്ള ആ 4 ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ പുഷ്പം പോലെ നിങ്ങൾക്ക് 20 മാർക്ക് കിട്ടും. ഇനി മാത്സ് പാർട്ട് വന്നു കഴിഞ്ഞാലോ, നമ്മുടെ മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ്, അതിൽ നിന്ന് നിങ്ങൾക്ക് 15 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ആദ്യത്തെ 3 ചാപ്റ്ററിൽ നിന്നും ഇവിടെ കൊടുത്തേക്കുന്നു 20 തൊട്ട് 30% എന്ന്. അതിനർത്ഥം എന്താ? എന്തിന്റെ? 100ന്റെ ആണോ? 20 മാർക്കിന് ചോദിക്കോ? ഇല്ല, 20 തൊട്ട് 30% എന്ന് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാല് 40ന്റെ 20 തൊട്ട് 30, 8 തൊട്ട് 12 വരെ അതിൽ നിന്നും ചോദിക്കാം. പിന്നെ 5, 6, 7, 8, 15 തൊട്ട് 20 മാർക്ക് വരെ ഈ 4 ചാപ്റ്ററിൽ നിന്നും വേരിയേഷൻ എങ്ങനെ വേണമെങ്കിലും വരാം. ഓക്കെ. പിന്നെ ഈ പറയുന്നതിന്റെ എല്ലാത്തിൽ നിന്നും ഒരു ±5% ചിലപ്പം ഉണ്ടായേക്കാം. പിന്നെ സ്റ്റാറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്റർ നമ്പർ 13 and 14 ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് 20 മാർക്കോളം കിട്ടാം. 45 to 50% എന്നാണ് പറയുന്നത് മക്കളെ. 20 മാർക്ക് വരെ ആ 2 ചാപ്റ്ററിൽ നിന്ന് കിട്ടാം. പിന്നെ പ്രോബബിലിറ്റിയും തിയറിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനൂടെ ചേർത്ത് നമുക്ക് 10 തൊട്ട് 12 മാർക്ക് വരെ കിട്ടും. അതേപോലെ 17ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്കാണെങ്കിൽ 4 തൊട്ട് 5 മാർക്കും, അതേപോലെ 18ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 4 തൊട്ട് 5 മാർക്ക് വരെ എക്സ്പെക്ട് ചെയ്യാം. ഇനി ഫൈനലി ഉള്ളത് എക്കണോമിക്സ് ആണ്. അതൊരു ഡയറക്റ്റ് അപ്രോച്ച് ആണ്. ഡയറക്റ്റ് അപ്രോച്ച് മൈക്രോയും മാക്രോയും നോക്കിക്കഴിഞ്ഞാൽ, മാക്രോയിൽ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എവിടെ
യെസ്, ഇന്ത്യൻ എക്കണോമി 10, എല്ലാം 10ആണ്. ഇന്റർനാഷണൽ ട്രേഡ് 10, മണി മാർക്കറ്റ് 10, പിന്നെ പബ്ലിക് ഫിനാൻസ് 10, ബിസിനസ് സൈക്കിളിൽ നിന്ന് നമുക്ക് 5 വരുന്നുള്ളൂ. പിന്നെ മൈക്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിറ്റർമിനേഷൻ ഓഫ് നാഷണൽ ഇൻകം 15, പിന്നെ പ്രൈസ് ഡിറ്റർമിനേഷൻ ഓഫ് മാർക്കറ്റ് 15, പിന്നെ തിയറി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ് 15. പിന്നെ ആദ്യത്തെ 2 ചാപ്റ്ററിലും ആദ്യത്തെ നിന്നും 5ഉം പിന്നെ രണ്ടാമത്തെ നിന്നും 10 മാർക്കും വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ICA തന്നെ ഇവിടെ ഒരു കാര്യം കൊടുത്തിട്ടുണ്ട്, എ ഡീവിയേഷൻ ഓഫ് മാക്സിമം ±5%. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയേക്കാം, ചിലപ്പം കുറയാം ചിലപ്പം കൂടാം ഒരു വെയിറ്റേജ്. അത് അപ് ടു ദാറ്റ് എക്സാം. അപ്പോൾ വന്ന് നമുക്ക് കംപ്ലൈന്റ് ഒന്നും പറയാൻ പറ്റത്തില്ല, ഉയ്യോ ഇങ്ങനല്ലല്ലോ ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ പഠിത്തമൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നമുക്ക് ഈ ഒരു മെയ് അറ്റംപ്റ്റ് എന്തായാലും ക്ലിയർ ചെയ്യണം. എന്തായാലും എൻ്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും അതിന് വേണ്ടിയിട്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അഥവാ വേറെ നിങ്ങൾക്ക് പുതിയതായിട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക, ഞാൻ എന്തായാലും അതിന് റിപ്ലൈ തരാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫ്രം അറിവ് പ്രോ മലയാളം. താങ്ക് യു.